ഡിയർ ലേണേഴ്സ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെൻറ്റ് പ്രിപ്പറേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതായത് SEOയുടെ അനലറ്റിക്കൽ ടൈപ്പ് അസൈൻമെൻറ്റ് എങ്ങനെ എഴുതാം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയാണ് ഇത്. 2025 SEOയിൽ അഡ്മിഷൻ എടുത്ത ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിൻ്റെ അവരുടെ ആദ്യത്തെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് MA സോഷ്യോളജിയുടെ അനലറ്റിക്കൽ ടൈപ്പ് അസൈൻമെൻ്റ് ആണ്. മിക്ക ലേണേഴ്സിനുമുള്ള ഒരു സംശയമാണ് എങ്ങനെയാണ് റെഫറൻസ് അതുപോലെ ഫുട് നോട്ട് ഒക്കെ എങ്ങനെ എഴുതാം എന്നുള്ളത്. അതിനാൽ ഫുട് നോട്ട് എങ്ങനെ എഴുതാം എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണം ഞാൻ ഈ വീഡിയോയിലൂടെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. അനലിറ്റിക്കൽ അസൈൻമെൻറ്റിൻ്റെ ഫസ്റ്റ് പേജ് അസൈൻമെൻറ്റ് സബ്മിഷൻ ഫോം 2 ആണ് നിങ്ങൾ ഫേസ് ഷീറ്റായിട്ട് വെക്കേണ്ടത്. അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ പേര്, അതുപോലെ എൻറോൾമെൻറ്റ് നമ്പർ, നെയിം ഓഫ് ദ പ്രോഗ്രാം, നിങ്ങളുടെ സെമസ്റ്റർ, കോഴ്സ് കോഡ്, കോഴ്സ് ടൈറ്റിൽ, അതുപോലെ നെയിം ഓഫ് ദ ലേണർ സപ്പോർട്ട് സെൻറ്റർ, നിങ്ങളുടെ LSC ഏതാണോ ആ നെയിം നിങ്ങൾ എഴുതേണ്ടതുണ്ട്. കൂടാതെ ലാസ്റ്റ് സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് വിത്ത് ഡേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഫേസ് ഷീറ്റിൽ ഫസ്റ്റായിട്ട് ഫില്ല് ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് പേജ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ അസൈൻമെൻറ്റ് എന്നെഴുതിയ ഒരു പേജാണ് കൊടുക്കേണ്ടത്. അതിൽ നിങ്ങളുടെ നെയിം, എൻറോൾമെൻറ്റ് നമ്പർ, ക്ലാസ് റോൾ നമ്പർ, അതുപോലെ ക്ലാസ് ആൻഡ് കോഴ്സ്, അതുപോലെ നിങ്ങളുടെ പേപ്പർ കോഡ്, മൊബൈൽ നമ്പർ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തണം. ഇനി അടുത്ത പേജാണ് ഇൻഡെക്സ്. അത് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങളുടെ കോണ്ടൻറ്റ്, അത് വരുന്ന പേജ് നമ്പർ അതൊക്കെ ഉൾപ്പെടുത്തണം. ഇനി അടുത്ത പേജിലാണ് നിങ്ങളുടെ ടോപ്പിക് എഴുതേണ്ടത്. അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഏതാണോ അത് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് പേജിലാണ് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത് ഒത്തിരി വലുതാക്കി അല്ലെങ്കിൽ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇൻട്രൊഡക്ഷൻ എഴുതേണ്ടതില്ല. ഒന്ന് ചെറുതായിട്ട് നമ്മൾ എന്താണ് നമ്മുടെ എസ്സേയിൽ എന്താണ് ടോപ്പിക്ക്, എന്താണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ കൊടുത്തിട്ട് ഒരു ഷോർട്ടായിട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ എല്ലാ അസൈൻമെൻറ്റും എഴുതുന്ന സമയത്ത് ചുരുങ്ങിയത് 2 പേപ്പർ ഇൻട്രൊഡക്ഷൻ കൊടുക്കാറുണ്ട്. ഇത് നിങ്ങൾ ഇത്രയും കൊടുക്കണമെന്നില്ല. ഇത്രയും കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ എൻ്റെ അസൈൻമെൻറ്റുകൾക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇനി 2 പേജില്ലെങ്കിൽ നിങ്ങളതിന് മിനിമം ചുരുങ്ങിയത് 1.5 പേജുകൾ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കണം. ഇനി അടുത്ത പേജാണ് ബോഡി പാരഗ്രാഫ് വരുന്നത്. അത് നിങ്ങൾ കുറച്ചുകൂടി ക്ലിയറായിട്ടും നീറ്റായിട്ടും നിങ്ങൾ എഴുതേണ്ടതുണ്ട്. കാരണം അസൈൻമെൻറ്റിൻ്റെ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നത് ഈ ബോഡി പാരഗ്രാഫിനാണ്. നമ്മുടെ ടെക്സ്റ്റിൽ സമ്മറി ഉണ്ടാകും, അതുപോലെ ക്രിട്ടിക്കൽ അനാലിസിസ് ഉണ്ടാകും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ്സും. ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ് എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ടോപ്പിക് എന്താണോ ആ ടോപ്പിക്കിനെ പറ്റി വിശദീകരിച്ച് ഒന്ന് എഴുതിയാൽ മതി. എന്നാൽ നമ്മുടെ അനലറ്റിക്കൽ അസൈൻമെൻറ്റ് എഴുതുന്ന സമയത്ത് ക്രിട്ടിക്കൽ അനാലിസിസ് വന്നിട്ടില്ലേ, അതുപോലെ കുറച്ചുകൂടി ക്രിട്ടിക്കലായിട്ട് അതുപോലെ ക്രിട്ടിക്കൽ റെസ്പോൺസസും പിന്നെ നമ്മുടെ പോയിൻ്റ് ഓഫ് വ്യൂവും കുറച്ച് ഉദാഹരണങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. അതുപോലെ അനലറ്റിക്കൽ അസൈൻമെൻറ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ ഫുട് നോട്ട് എഴുതേണ്ടതുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫുട് നോട്ട് എഴുതുക എന്ന് നോക്കാം. ഫുട് നോട്ട് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അടിക്കുറിപ്പ് എന്നാണ്. അത് മാർജിൻ്റെ തൊട്ട് മുകളിലായിട്ട് ലൈൻ വരച്ചിട്ടാണ് ഫുട് നോട്ട് കൊടുക്കുന്നത്. നമ്മൾ 1, 2 എന്ന നമ്പർ ഇട്ടാണ് ഓരോ ഫുട് നോട്ടും നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ ബോഡി പാർട്ടിലുള്ള നമ്പർ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഈ നമ്പറാണ് പേജിൻ്റെ താഴെ ലൈൻ വരച്ച് നിങ്ങൾ ഫുട് നോട്ട് എഴുതുമ്പോൾ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് എന്താണ് ഫുട് നോട്ട് എന്ന് നോക്കാം. അത് പദങ്ങളുടെ ഒരു നിർവചനമോ അത് പുസ്തക റെഫറൻസോ ആകാം. ഇനി ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഉദാഹരണം കാണുമ്പോൾ കുറച്ചുകൂടി വ്യക്തത ലഭിക്കും. ഫസ്റ്റ് നമ്മൾ ഒരു ബുക്ക് റെഫറൻസ് എഴുതുകയാണെങ്കിൽ നമ്മൾ ഓഥറിൻ്റെ നെയിം കൊടുക്കുക, പുസ്തകത്തിൻ്റെ പേര്, പുസ്തകത്തിൻ്റെ പബ്ലിക്കേഷൻ സ്ഥലം, അതുപോലെ പബ്ലിക്കേഷൻ ഡേറ്റ്, പിന്നെ പേജ് നമ്പർ. ഫുട് നോട്ടിൽ അധികവും പേജ് നമ്പർ വേണം. സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് ഫുട് നോട്ട് എഴുതാവുന്നതാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ ചുരുങ്ങിയത് 12 പേജുകൾ എഴുതിയതിന് ശേഷം നിങ്ങൾ ഒരു കൺക്ലൂഷൻ കൊടുക്കുക. ലാസ്റ്റ് പേജാണ് റെഫറൻസ് കൊടുക്കേണ്ടത്. അത് നിങ്ങൾ ഏതൊക്കെ സൈറ്റിൽ കയറിയിട്ടുണ്ട്, അതുപോലെ ഏതൊക്കെ പേജിൽ നിന്നാണ് നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടി റെഫർ ചെയ്തത്, അതുപോലെ നിങ്ങൾ ബുക്കിൽ നിന്നൊക്കെ ഇപ്പോൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഓഥറിൻ്റെ നെയിം, ബുക്ക് നെയിം, ഇയർ ഇവയൊക്കെ MLA ഫോർമാറ്റിലാണ് കൊടുക്കേണ്ടത്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഒരു SEOയുടെ അസൈൻമെൻറ്റ് എഴുതാൻ സാധിക്കുന്നതാണ്. SEOയുടെ അസൈൻമെൻറ്റ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.